ട്രംപിൻ്റെ അവിവേകം അതിനെ ഇപ്പോൾ ഒന്ന് നേരെ നിർത്താനായിട്ട് ഉപദേഷ്ടാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ നമ്മൾ കണ്ടതാണ്, ഞാൻ വന്നു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ വലിയൊരു അപകടമാണ് ഇപ്പോൾ ഇറാനുമായിട്ട് നേരിട്ടിരിക്കുന്നതിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് ഉപദേഷ്ടാക്കൾക്ക് മനസ്സിലായി. ട്രംപിന് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി മറ്റു കാര്യം. ഏതായാലും ഉപദേഷ്ടാക്കൾ ട്രംപിന് ഒരു നല്ലൊരു ഉപദേശം കൊടുത്തു. ഇറാനിലുള്ള കലാപരിപാടി എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുണ്ടാകും. അത് പറഞ്ഞിരിക്കുന്നത് ഡേവിഡ് സാക്സ് എന്ന് പറയുന്ന ട്രംപിൻ്റെ AI ക്രിപ്റ്റോ കറൻസി ആ മേഖലയിൽ ട്രംപിന് ഉപദേശങ്ങൾ കൊടുക്കാനായിട്ടുള്ള ഒരു ഉപദേശകൻ. വൈറ്റ് ഹൗസ് അങ്ങനെ പല മേഖലകളിലും പല ഉപദേശകരെ വെച്ചിട്ടുണ്ട്. അതിലൊരാളാണ് ട്രംപിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലൊരു നാണക്കേടും വിചാരിക്കേണ്ട. യുദ്ധം നിങ്ങൾ ജയിച്ചു എന്ന് സ്വയം അങ്ങ് പ്രഖ്യാപിക്കുക. എന്നിട്ട് അവിടെ നിന്ന് പിൻവാങ്ങുക. ഇറാനിൽ നിന്ന് എത്രയും പെട്ടെന്ന് പിൻവാങ്ങുക. അതല്ലെങ്കിൽ വലിയ ഭവിഷ്യത്തുകൾ ഉണ്ടാവും. അപ്പോൾ ഈ പ്രഖ്യാപനം, ഈ ഒരു ഉപദേശം വരുന്നതിൻ്റെ പശ്ചാത്തലം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അമേരിക്ക ഇറാനിൽ കരയുദ്ധം തുടങ്ങാനായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ട് പുതിയ മറൈനുകൾ, കമാൻഡോകൾ അടക്കം ഉള്ള പുതിയ കപ്പലുകൾ, യുദ്ധ കപ്പലുകൾ അടക്കം ആ മേഖലയിലേക്ക് തിരിക്കുന്നു എന്നുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെയാണ് യുദ്ധം ഇങ്ങനെ നീണ്ടുപോയാൽ അത് വലിയ ഭവിഷ്യത്തുണ്ടാകും എന്നുള്ള ഒരു ഉപദേശം ഇവർ കൊടുക്കുന്നു. ഈ ഭവിഷ്യത്ത് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ആഗോള എണ്ണ വിപണിയിലുണ്ടായ വിലവർധനവും ആ ഒരു ആശയക്കുഴപ്പവും പല രാജ്യങ്ങളും വലിയ ഊർജ്ജ പ്രതിസന്ധി നേരിടുന്നു. ഇപ്പോൾ അമേരിക്ക ഒരു പക്ഷേ അവർക്ക് കരുതൽ ശേഖരമൊക്കെ ഉള്ളത് കൊണ്ട് ആത്മവിശ്വാസത്തിലായിരിക്കാം. പക്ഷേ ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്കയും ഈ പ്രതിസന്ധി തേടി വരും. അപ്പോൾ അതൊരു കാരണം. കൂടാതെ ഇനി ഇത് രൂക്ഷമായാൽ, ഈ യുദ്ധം നീണ്ടുപോയാൽ പല സാധ്യതകളുമാണ് ഈ ഉപദേശകർ മുന്നിൽ കാണുന്നത്. ഒന്ന്, ഇപ്പോൾ തന്നെ ഇസ്രയേൽ വലിയ രീതിയിൽ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു. ടെല്ലവീവിലെ പല കെട്ടിടങ്ങളും തകർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രയേലിന് അത് തിരിച്ചു വരാനാകാത്ത വിധം ഇസ്രയേൽ തകർന്ന് തരിപ്പണമായി പോകും. ഇറാൻ ഏത് രീതിയിലായിരിക്കും അവിടെ പ്രത്യാക്രമണം നടത്തുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. രണ്ടാമത്തത്, ഇപ്പൊ ഇറാനിലും ഇറാനിന്റെ ചില ഈ മിഡിൽ ഈസ്റ്റിലുള്ള പല രാജ്യങ്ങളിലും ഇറാൻ എണ്ണ ശേഖരങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇനി അത് ഒരു പ്രതിരോധത്തിന്റെ ഭാഗം എന്ന രീതിയിൽ നടത്തിയ ആക്രമണത്തിനപ്പുറം ഒരു യുദ്ധതന്ത്രം എന്ന നിലയിൽ ആഗോളതലത്തിൽ എണ്ണ പ്രതിസന്ധി ഉണ്ടാകാനായിട്ട് ബോധപൂർവം എണ്ണ ശുദ്ധീകരണശാലകളും എണ്ണ കിണറുകളും തീവെക്കപ്പെടാം. ഇറാൻ അതിനു വേണ്ടി തുനിയാം. മൂന്നാമത്താണ്, അതിലും വലിയ പ്രതിസന്ധിയായിട്ട് ഉപദേശകർ ചൂണ്ടിക്കാണിക്കുന്നത്, ഈ പല മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും അവർക്ക് കുടിവെള്ളം എന്ന് പറയുന്നത് ഈ കടൽ വെള്ളം ശുദ്ധീകരിച്ച് മറ്റുമൊക്കെയാണ്. പ്രകൃതിദത്തമായ കുടിവെള്ളം ഇല്ല, റിസോഴ്സ് ഇല്ല അവർക്ക്. അപ്പം അത്തരത്തിലുള്ള കുടിവെള്ള സംഭരണികൾ പോലും ഈ യുദ്ധത്തിൻ്റെ ഫലമായി മലിനീകരിക്കപ്പെടാം. അങ്ങനെ വരികയാണെങ്കിൽ അത് ഈ പ്രതിസന്ധി അതിരൂക്ഷമാകും. അതുകൊണ്ട് എത്രയും വേഗം ഈ പറയുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് ബുദ്ധി എന്നുള്ളത്. അപ്പോൾ സ്വയം അങ്ങ് വിജയം അങ്ങ് പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങ് ഒഴിയുക. പക്ഷേ ട്രംപ് ഈ ഒരു പ്രഖ്യാപനം വരെ മറ്റൊരു പശ്ചാത്തലം കൂടിയുണ്ട്. അമേരിക്കയുടെ അഭിമാന സ്തംഭം എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ യുദ്ധവിമാന വാഹിനി കപ്പലായ USS ജെറാർഡ് ഫോർഡ് അത് ഈ മേഖലയിലോട്ട് വിന്യസിച്ചിരുന്നു. അതിന് നേരെ ആക്രമണം ഉണ്ടായതായിട്ട് വാർത്തകൾ വരുന്നു. അപ്പോൾ ആ ഏറ്റവും വലിയ യുദ്ധക്കപ്പലിനെ പോലും സംരക്ഷിക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവ് അമേരിക്കയ്ക്ക് ഈ വൈകിയ വേളയിലെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഇപ്പോഴും പറയുന്നത് അത് ഉണ്ടായതൊരു ചെറിയ തീപിടുത്തം മാത്രമാണ്, ഇറാന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായതല്ല എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. 2 ദിവസം മുമ്പ് അമേരിക്കയുടെ ഒരു ടാങ്കർ വിമാനം ആക്രമിക്കപ്പെട്ടിരുന്നു. അവിടെയും ഇറാന്റെ ആക്രമണമല്ല, സാങ്കേതിക തകരാറാണെന്നുള്ള ന്യായമാണ് അമേരിക്ക പറഞ്ഞത്. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് ആൾനാശവും ഇത്ര വെല്ലുപിടിച്ച വലിയ സാമഗ്രികളുടെ നഷ്ടവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇറാൻ അവരുടെ അവസാന പോരാട്ടത്തിന്റെ ഭാഗമായി എന്തൊക്കെ ചെയ്യും എന്നുള്ളതും അറിയില്ല. ഇനി നമ്മൾ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ട്രംപ് അവിടെ പറഞ്ഞിരുന്നത് ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കും, ഇറാന്റെ ആണവ ആയുധ ശേഷി പൂർണ്ണമായും ഇല്ലാതാക്കും, ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ പൂർണ്ണമായി ഇല്ലാതാക്കും എന്നുള്ളതാണ് ട്രംപ് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത്. അതേ ട്രംപ് പിന്നീട് തൻ്റെ നിലപാടുകളിൽ കുറേയൊക്കെ മയപ്പെടുന്നത് വന്നു. ഈ പറയുന്ന അധികാരമാറ്റം, ഭരണമാറ്റം അവിടെ ഉണ്ടായി, അത് വാസ്തവം തന്നെയാണ്. പക്ഷേ
മുഖം മാത്രമേ മാറിയിട്ടുള്ളൂ. ആ അധികാര കേന്ദ്രം ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുന്നു. ആ പുതിയതായിട്ട് വന്ന ഇപ്പോൾ അയത്തുള്ള അലി ഖമനേയിയെ വധിച്ചെങ്കിൽ തന്നെയും അദ്ദേഹത്തിന്റെ മകൻ അവിടെ അധികാരത്തിൽ വന്നു. ആ അദ്ദേഹത്തിന്റെ മകന് റഷ്യയും ചൈനയും അടക്കമുള്ള വൻശക്തി രാജ്യങ്ങളെല്ലാം തന്നെ സർവ്വവിധ പിന്തുണയും വാഗ്ദാനം ചെയ്യുന്നു. ഇപ്പോൾ ഇക്കാര്യത്തിൽ ട്രംപ് പുടിനെ വിളിച്ച് അതൃപ്തി അറിയിച്ചു എന്നൊക്കെയാണ് വരുന്നത്. അതുകൂടാതെ അമേരിക്കയെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ വെല്ലുവിളി, ഇറാൻ ഇപ്പോൾ ഹോർമൂസ് കടലിടുക്ക് അവരുടെ പൂർണ്ണ നിയന്ത്രണത്തിൽ ആക്കിയിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് പോലും ഏറ്റവും വലിയ അവരുടെ തന്നെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പറഞ്ഞത് ഒരു അന്താരാഷ്ട്ര സേന അവിടെ രൂപീകരിച്ച് അതിൽ ചൈന പോലും അവരുടെ നേവി അകമ്പടി സേവിച്ചുകൊണ്ട് ചരക്ക് കപ്പലുകൾ കടത്തിവിടാം. പക്ഷെ അതിനോട് പല രാജ്യങ്ങളും ഇപ്പോഴും പൂർണ്ണ തോതിൽ സഹകരിക്കുന്നില്ല. അപ്പോൾ ഇതും വലിയൊരു പ്രതിസന്ധിയായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു വെടിനിർത്തൽ അല്ലെങ്കിൽ ഈ ഒരു യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നത്. അപ്പോഴും ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ഒരു യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഏതെങ്കിലും ഒരാൾ വെടിനിർത്തൽ സീസ് ഫയർ പ്രഖ്യാപിക്കണം. ഇറാൻ അന്നു മുതൽ ഇന്ന് വരെ ആക്രമിക്കപ്പെടുന്ന രാജ്യമായിട്ട് കൂടി ഒരു വെടിനിർത്തലിന് വേണ്ടിയിട്ട് ഇറാൻ ഇതുവരെ യാതൊരു വിധ നീക്കവും നടത്തിയിട്ടില്ല. അവർക്കാവുന്ന വിധം പോരാടും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ പറഞ്ഞ കാര്യം കൂടി നമ്മൾ നോക്കണം. ഇപ്പൊ ആദ്യം അവിടെ അധികാരമാറ്റം ഉണ്ടാകും, അവിടുത്തെ ഇറാന്റെ ആണവ പദ്ധതികളെല്ലാം ഇല്ലാതാക്കും, അവിടുത്തെ ബാലിസ്റ്റിക് മിസൈൽ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കും, അവിടുത്തെ എന്താ പറയുക ഇറാന്റെ സമീപ അയൽ രാജ്യങ്ങൾക്ക് കീഴ്പ്പെട്ട് ഇപ്പോൾ ഇറാൻ അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് എന്ന് പോലും ട്രംപിന്റെ ഭരണകൂടവും പറഞ്ഞിരുന്നു. അതേ ട്രംപ് ഭരണകൂടത്തിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായ മാർക്ക് റൂബിയോ ഇപ്പോൾ സംസാരിക്കുന്ന മൂന്ന് കാര്യങ്ങളിലാണ്. ഒന്ന്, ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ ഇല്ലാണ്ടാക്കും, മിസൈൽ ലോഞ്ചറുകൾ ഇല്ലാണ്ടാക്കും, മിസൈൽ നിർമ്മാണ യൂണിറ്റുകൾ ഇല്ലാണ്ടാക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന അധികാരമാറ്റത്തെക്കുറിച്ച് ഇപ്പോൾ മിണ്ടുന്നില്ല, ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ച് ഇപ്പോൾ മിണ്ടുന്നില്ല. അപ്പോൾ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ യുദ്ധം തുടങ്ങിയോ അതൊന്നും പൂർത്തീകരിക്കാൻ നേടിയെടുക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു സംഗതിയും വരുന്നുണ്ട്. ഇനി ഏറ്റവും ഗുരുതരമായ സംഗതി, അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നത് ഇസ്രയേലും അമേരിക്കയും കൂടി അങ്ങ് യുദ്ധം തുടങ്ങി വെക്കുന്നു, പുറകെ മറ്റു പല രാജ്യങ്ങളും പ്രത്യേകിച്ച് നാറ്റോ സഖ്യ രാജ്യങ്ങളടക്കം ഞങ്ങളുടെ പിന്തുണയ്ക്കും സഹായത്തിനും എത്തും എന്നുള്ളൊരു പ്രതീക്ഷ അമേരിക്കയ്ക്കും ഇസ്രയേലിനും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പല രാജ്യങ്ങളും ഇക്കാര്യത്തിൽ അമേരിക്കയ്ക്ക് എതിർത്തുകൊണ്ടുള്ള നിലപാടാണ് എടുത്തത്. ബ്രിട്ടനും ഫ്രാൻസും ഒക്കെ പച്ചയ്ക്ക് പറഞ്ഞു അമേരിക്ക നടത്തുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ മര്യാദകളുടെ ലംഘനമാണ്. പക്ഷെ അവര് ഈ യുദ്ധത്തിന്റെ ഭാഗമാണ്, അത് ഇറാനെ ആക്രമിക്കാൻ വേണ്ടിയല്ല, സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പൊ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ പലതിലും അമേരിക്ക അല്ലാണ്ട് മറ്റു പല രാജ്യങ്ങൾക്കും സൈനിക സംവിധാനങ്ങൾക്കും അവരുടെ സ്വത്തുവകകളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ യുദ്ധത്തിന്റെ ഭാഗമായി അത്തരം സംവിധാനങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അതിന്റെ സംരക്ഷണം എന്ന നിലയിലാണ് പല രാജ്യങ്ങളും ഇപ്പോൾ അമേരിക്കയ്ക്ക് വേണ്ടി അവരുടെ പല സൈനിക താവളങ്ങളും വിട്ടു നൽകിയും അവരുടെ ചില വിമാനവാഹിനി കപ്പലുകളൊക്കെ വിട്ടു നൽകിയും നിലപാടെടുത്തിരിക്കുന്നു. ഇവിടെ ബ്രിട്ടന്റെ നിലപാട് ഏറ്റവും നിർണായകമാണ്. ബ്രിട്ടനിലെ സൈപ്രസിലേക്ക് ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി, പക്ഷെ അത് നടത്തിയത് ഇറാൻ അല്ല എന്ന് പച്ചയ്ക്ക് അവർ പറഞ്ഞു. കാരണം അവിടെ വന്ന് പൊട്ടിത്തെറിച്ചത് ഇറാൻ നിർമ്മിതമായ ഷഹീദ് ഡ്രോണിന് സമാനമായ ഒരു ഡ്രോൺ തന്നെയാണ്. പക്ഷേ അത് വിക്ഷേപിച്ചത് ഇറാനിൽ നിന്നല്ലെന്ന് ബ്രിട്ടൻ തെളിയിച്ചു പറയുക. അത് വന്നത് ലെബനിൽ നിന്നാണ്. അപ്പൊ ലെബനനിൽ ഇസ്രായേലാണ് വലിയ രീതിയിൽ ആക്രമണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ പരോക്ഷമായി ഞങ്ങളെ ആക്രമിച്ചത് അമേരിക്കയോ ഇസ്രയേലോ ആണെന്ന് ബ്രിട്ടൻ പറയുന്നു. അപ്പോൾ ഇവിടെ ചില നിരീക്ഷകർ പറയുന്നുണ്ട്, ഈ നാറ്റോ അംഗരാജ്യങ്ങളുടെ അല്ലെങ്കിൽ സൗഹൃദ രാഷ്ട്രങ്ങളിലേക്ക് പിന്തുണ കിട്ടാൻ വേണ്ടി ബോധപൂർവം അവർക്കെതിരെ ആക്രമണം അമേരിക്കയും ഇസ്രയേലും നടത്തുന്നുണ്ട് എന്ന് ചില വാർത്തകളും ഇതിന്റെ ഇടയിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ച് ഈ യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്. ട്രംപിന്റെ പ്രഖ്യാപനം അങ്ങനെ തന്നെയായിരുന്നു. ഇറാൻ ആദ്യം ആക്രമിക്കുമെന്ന് കരുതി, അതുകൊണ്ടാണ് ഞാൻ ആദ്യം കയറി അങ്ങ് ആക്രമിച്ചത്. ഇത് യുദ്ധം എങ്ങനെ തുടങ്ങി, അത് എപ്പോൾ അവസാനിക്കും, അതൊക്കെ എപ്പോൾ വേണേലും ഞാൻ തീരുമാനിക്കാമെന്ന് പറഞ്ഞ ട്രംപ് ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ച് കിട്ടാനായിട്ടുള്ള പോംവഴി എന്താണ്, അതിന് ഏതാണ് സാധ്യത, അങ്ങനെ എത്രയും പെട്ടെന്ന് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ ട്രംപിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള പുതിയ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.